അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ ലോകം നമ്മളീ കാണുന്നത് പോലെയല്ല. ആന്തരികമായ ആസൂത്രണങ്ങള്, ഇന്റലിജന്റ് മെത്തേഡുകളാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് കേരള മുസ്ലിം ലീഗ്, കേരള മുജാഹിദിന്റെ സൃഷ്ടിയാണ്. ഇതെവിടെയും പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. KM മൗലവി എന്ന പുസ്തകത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് മുസ്ലിം ലീഗിനെ സ്ഥാപിച്ചത് മുജാഹിദ് നേതാക്കന്മാരാണെന്ന് പറഞ്ഞതിന് ശേഷം ചുരുക്കത്തിൽ മുജാഹിദ് നേതാക്കന്മാരാണ് ലീഗിന്റെ സ്ഥാപക നേതാക്കന്മാരെന്ന് വളരെ വ്യക്തമായി KM മൗലവി എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകമുണ്ട്, അഹ്ലുസുന്ന എന്ന പേരിൽ മുജാഹിദീങ്ങൾക്കൊരു പ്രസിദ്ധീകരണ വിഭാഗമുണ്ട്. അവിടെ നവോത്ഥാനം എന്ന പുസ്തകത്തിൽ മുജാഹിദുകൾ ലീഗ് നേതൃത്വത്തിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അതിലും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. മുജാഹിദിന്റെ കേരളത്തിലെ ആദ്യ രൂപം ഐക്യസംഘമാണ്. അതിന്റെ നേതാവ് KM സീതി സാഹിബ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. KM സീതി സാഹിബും KM മൗലവിയും കോൺഗ്രസിലായിരുന്നു. അവര് മുസ്ലിം ലീഗിലേക്ക് വന്ന് മുസ്ലിം ലീഗ് രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ രാഷ്ട്രീയ സ്വാധീനം മതപ്രവർത്തനത്തിന് വളരെയധികം ഉപകരിക്കുമെന്ന അവരുടെ ചിന്ത തന്നെയായിരിക്കും മുസ്ലിം ലീഗ് രൂപീകരിക്കാൻ അവർക്ക് പ്രചോദനം നൽകിയത് എന്ന കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മൾ വാഫക്കി തങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. CH മുഹമ്മദ് പേര് പറയാറുണ്ട്. അദ്ദേഹം പിൽക്കാലത്ത് വന്നതാണ്. തുടക്കക്കാരാര് എന്ന് പരിശോധിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് മുജാഹിദുകൾ എങ്ങനെയൊക്കെ ഗവൺമെന്റിനെ സ്വാധീനിച്ചു എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അബുഖാദർ കുട്ടി നഹ പക്ക മുജാഹിദായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മകൻ റബ്ബ് മുജാഹിദാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി KPA മജീദ് മുജാഹിദാണ് എന്ന് എല്ലാവർക്കും അറിയാം. ചുരുക്കത്തില് അറബി പാഠപുസ്തകത്തിൽ മുജാഹിദിസം കയറ്റിക്കൂട്ടിയത് എല്ലാവർക്കും അറിയാം. പള്ളികൾ എത്രയോ വഖഫ് ബോർഡില് മെമ്പർമാരെ നിങ്ങൾ വഖഫ് ബോർഡ് ഉണ്ടായതുകൊണ്ട് പരിശോധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലും ബഹുഭൂരിഭാഗവും അസുന്നികളാണ് എന്ന് കാണാം. ഇപ്പോഴത്തെ വഖഫ് ബോർഡിലും അസുന്നികൾ കൂടുതലാണ് എന്ന് നിങ്ങൾക്കറിയാം. ഷിയ കാറ്റഗറി വെച്ചുകൊണ്ടും കേരള വഖഫ് ബോർഡിൽ നിന്ന് മെമ്പറുണ്ട് എന്ന് നിങ്ങൾ അറിയണം. പള്ളികൾ നിരന്തരമായി നമുക്ക് നഷ്ടപ്പെടുന്നതിന്റെ പിന്നിൽ വഖഫ് ബോർഡ് സഹായിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം നിങ്ങൾക്കറിയാം. ഇതുപോലെ തന്നെയാണ് വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ പരിശോധിച്ചിട്ടുണ്ടെങ്കിലും അതിലും ലീഗിന്റെ കോണിയിലൂടെ ഒരുപാട് മുജാഹിദുകൾ, കേരളത്തിൽ മുജാഹിദുകൾ എത്ര ശതമാനം ഉണ്ടാകും? അവരുടെ ശതമാനത്തിന്റെയും എത്രയോ ഇരട്ടി കേരള വഖഫ് ബോർഡിൽ മുജാഹിദുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിത് പറയുമ്പം ഇവിടെ ഞാൻ പറയുന്ന ആന്തരിക ആസൂത്രണം എന്നൊരു കൺസെപ്റ്റ്, ഇന്റലിജന്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ഈ കാണുന്ന സ്റ്റേജ് വർക്കും പേജ് വർക്കും ഒന്നും അല്ല. ലോകം ഭരിക്കുന്നത് മൊസാദാണ്. അമേരിക്കയിലെ ഇസ്രായേലിന്റെ ചാരസംഘടനയാണ് ലോകത്തെ നയിക്കുന്നത്. ഏറ്റവും ചെറിയൊരു രാഷ്ട്രം. അതാണ് ആന്തരിക മെത്തേഡ്, ഇന്റലിജന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം ലോകം ഭരിക്കുന്നത് അമേരിക്കയാണ്. ജനാധിപത്യത്തെ എല്ലാവരും പറയാറുണ്ടെങ്കിലും ലോക ഗവൺമെന്റ് ആയിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയിൽ ജനാധിപത്യമില്ല എന്ന് നിങ്ങൾ അറിയാം. വീറ്റോ പവറാണ്. എല്ലാ രാഷ്ട്രങ്ങളും കൈവക്കിയാലും ഒരൊറ്റ രാഷ്ട്രം കൈവക്കിയാൽ അതോടുകൂടിയിട്ട് അവിടെ ജനാധിപത്യം ഇല്ല എന്ന് നിങ്ങൾ അറിയണം. അപ്പൊ നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ബാഹ്യമായി കാണുന്നതല്ല കാര്യം. ഇന്റലിജന്റ് മെത്തേഡ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ആന്തരികമായി ഇപ്പൊ ഒരാളെ നശിപ്പിക്കണം വിചാരിച്ച അയാളെ ഓപ്പൺ ആയിട്ട് വെല്ലുവിളിച്ച് അയാളെ നശിപ്പിക്കാൻ കഴിയും. അതേ സ്ഥാനത്ത് അയാൾ അറിയാതെ അയാളെ നശിപ്പിക്കാൻ കഴിയും. പക്ഷെ കാലമെടുക്കുമെന്ന് മാത്രം. അങ്ങനെ ഒരു രീതി ലോകത്തുണ്ട് എന്ന് നിങ്ങൾ അറിയുക. അതുകൊണ്ട് നിങ്ങൾക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ഒരു മുജാഹിദാണ് എന്ന്. ഇങ്ങനെ പല രംഗത്തും മുജാഹിദുകൾ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സുന്നികളുടെ വോട്ടോടുകൂടി ജയിച്ചു പോയിട്ട് മുജാഹിദുകൾ വളരെ തന്ത്രപരമായിട്ട് രാഷ്ട്രീയ പാർട്ടികളെ ശരിക്കും മുതലെടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ ശരിക്കും മുതലെടുത്തിട്ടുള്ള കാര്യം ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയുകയില്ല. ഇതിനെപ്പറ്റി നമ്മൾ തികച്ചും ബോധവാന്മാരാവേണ്ടതുണ്ട് എന്ന് നിർത്തുന്നു. ഇതുപോലെ എല്ലാ രംഗങ്ങളിലും മുജാഹിദിന്റെ സ്വാധീനം നിങ്ങൾക്ക് കാണാവുന്നതാണ്. പക്ഷേ അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇവർ പ്രസംഗിക്കുന്ന സമയത്ത് എന്താ പറയല്, നിസ്സാര കാര്യത്തിന് മുസ്ലിങ്ങൾ തടിക്കയക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പ്രസംഗം പലപ്പോഴും ഈ സമുദായ രാഷ്ട്രീയ പാർട്ടി പ്രസംഗിക്കാറുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതേ സ്ഥാനത്ത് നിസ്സാര കാര്യത്തിനാണോ സുന്നി മുജാഹിദും തമ്മിൽ തർക്കം? തൗഹീദും ശിർക്കിന്റെയും കാര്യത്തിനാണ് തർക്കം.
തൗഹീദ് ശിർക്കും ഇസ്ലാമിൽ നിസ്സാരമാണ് എങ്കിൽ പിന്നെ സാരമായിട്ട് എന്താണ് ഇസ്ലാമിലുള്ളത്? കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ അതേ ഐക്യമാണ് ഇവിടെ സമുദായ പാർട്ടിയും പറഞ്ഞുകൊണ്ടിരുന്നത്. യെസ്, 8ഓളം സുന്നികളെ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യം, അതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. ആയതുകൊണ്ട് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ശരിക്കും കരുതിയിരിക്കണം, ആന്തരികമായ ആസൂത്രങ്ങളെ കണ്ടെത്താനുള്ള കണ്ണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ.